പുനലൂർ ഗോസ്പൽ ടീമിന്റെ നേതൃത്വത്തിലുള്ള സുവിശേഷ സന്ദേശയാത്രയാണ് അനുഗ്രഹീതമായ ഈ ജംഗ്ഷനിൽ വന്നത്. ഈ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രേയർ സെന്റർ പാസ്റ്റർ ബിജു തരകൻ അവർ നേതൃത്വം കൊടുക്കുന്ന ആ പ്രേയർ സെന്ററും സംയുക്തമായിട്ടാണ് ഇന്നത്തെ ഈ സുവിശേഷ പരസ്യയോഗം ഇവിടെ ഞങ്ങൾ നടത്തപ്പെടുന്നത്. നിങ്ങളുടെ ഹാർദവമായ സഹകരണത്തെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ അല്പം വിശ്രമത്തിൽ ടിവിയോ അങ്ങനെയുള്ള വിനോദാപാധികൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അല്പസമയം നിത്യജീവന്റെ ഈ സന്ദേശം കേൾക്കേണ്ടതിനും അനുഗ്രഹീതമായ ഒരു ജീവിത സാക്ഷ്യം കേൾക്കേണ്ടതിനുമായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. പുനലൂർ ഗോസ്പൽ ടീമിന് നേതൃത്വം കൊടുത്ത് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പാസ്റ്റർ ഷിഹാബ്ദീൻ അവറുകളാണ്. അദ്ദേഹം സന്നിഹിതനാണ്. ഞങ്ങളോടൊപ്പം അനുഗ്രഹീതരായ സുവിശേഷകരുണ്ട്. ഇവാഞ്ചലിസ്റ്റ് അല്ലമീനുണ്ട്, ഇവാഞ്ചലിസ്റ്റ് സന്തോഷ്, പാസ്റ്റർ ബിജു തരകൻ, അതുപോലെ പാസ്റ്റർ മനീഷ് മുളവന, പാസ്റ്റർ സേവ്യർ കൊട്ടാരക്കര, ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരൊക്കെ ഇവിടെ സന്നിഹിതരാണ്. നിങ്ങളെ ഹാർദവമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. അതിനു മുമ്പായി മനോഹരമായൊരു പ്രത്യാശ നിർഭരമായൊരു ഗാനം കേൾക്കാം. അതിനുശേഷം പാസ്റ്റർ ഷിഹാബുദ്ദീൻ അവർ തന്റെ ജീവിതാനുഭവവും സുവിശേഷവും പങ്കുവെക്കുന്നതിന് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് മൈക്ക് കൈമാറുന്നതായിരിക്കും. ഒരു ഗാനം നമുക്ക് കേൾക്കാം. എന്നും നീ എൻ്റെ എൻ ചങ്ക് തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. എൻ ചങ്ക് തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. ആശാപമക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടു, ആശാപമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ. മതിയാവാതെ എൻ പ്രാണനും നൽകി മകനേ, നീ എൻ പ്രാണൻ വില, മകനേ നീ എൻ പ്രാണൻ വില. എന്നും നീ എന്റേതു മാത്രമേ, എന്നും നീ എന്റേതു മാത്രമേ. തലയിൽ മുൾമുടി ചൂടി നിന്നകലേറെ ഞാനേറ്റു, തലയിൽ മുൾമുടി ചൂടി നിന്നകലേറെ ഞാനേറ്റു. കൈപ്പുനീർ തന്നു പാനം ചെയ്യുവാൻ, കൈപ്പുനീർ തന്നു പാനം ചെയ്യുവാൻ. കൈകാലുകൾ പാടുകളെക്കല്ലോ, നിൻ പേറ്റൻ കൈകാലുകൾ പാടുകളെക്കല്ലോ. അത്രമേ
അടുത്തും അകലെയുമായി ശബ്ദപരിധിയിൽ വീടുകൾക്കുള്ളിലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ഒരു ജീവിത അനുഭവവും പാസ്റ്റർ ശിഹാബുദ്ദീന്റെ ജീവിതത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്ന ആ അവിസ്മരണീയമായ അനുഭവം, അതുപോലെ അദ്ദേഹം ദൈവവചനത്തിലൂടെ സുവിശേഷം ഇവിടെ പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ സുവർണാവസരം ഈ ദേശത്ത് പാഴാക്കി കളയല്ലേ പ്രിയപ്പെട്ടവരെ. കാരണം ഞങ്ങളൊക്കെ സുവിശേഷത്തിന്റെ ശത്രുക്കളായി ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിന്റെ സ്നേഹമാണ് ഞങ്ങളെ ഈ കവലകളിൽ നിർത്തിയിരിക്കുന്നത്. ആരും നശിച്ചു പോകാതിരിക്കാനാണ് കർത്താവ് നമ്മെ പോലൊരു മനുഷ്യനായി ലോകത്തിൽ വന്നത്. അതുകൊണ്ട് നിങ്ങൾ TV ഒക്കെ അല്പസമയം ഓഫാക്കി അനുഗ്രഹീതമായ ഈ ജീവിത അനുഭവവും സുവിശേഷവും കേൾക്കേണ്ടതിന് ഒരിക്കൽ കൂടി ദൈവ സ്നേഹത്തിൽ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് മൈക്ക് പാസ്റ്റർ ശിഹാബുദ്ദീൻ അവർക്ക് കൈമാറുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതം മുതൽ കുണ്ട്ര മുളവനയുടെ ദേശത്ത് നിന്ന് പ്രാർത്ഥിച്ചാരംഭിച്ചു കടന്നു വന്നിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ബോധവൽക്കരണ സുവിശേഷ സന്ദേശ യാത്രയാണ് ഈ ദേശത്ത് നിങ്ങളുടെ മധ്യേ എത്തി നിൽക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തിന്റെ ഒരു വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള രക്ഷയും ദൈവത്തിലുള്ള സമാധാനവും നിത്യതയും വീണ്ടെടുപ്പും നിത്യശിക്ഷാവിധിയെ കുറിച്ചുമുള്ള ഒരു സുവിശേഷ സന്ദേശമാണ് ഈ പകൽക്കാലം ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രാരംഭമായി തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെമ്മന്തൂർ ദേശത്ത് ഒരു പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ വാപ്പ ഷംസുദ്ദീന്റെയും ഉമ്മൈബ ബീവിയുടെയും 3 മക്കളിൽ രണ്ടാമത്തവനായി ജനിച്ചു വളർത്തപ്പെട്ടു. ഇസ്ലാമിക വിശ്വാസവും ഖുർആൻ പഠനവും സക്കാത്തും നൊയമ്പും നമസ്കാരവും മക്കയിൽ പോയി ഉംറ ചെയ്യലുമൊക്കെയായി എന്റെ ജീവിതം ഇങ്ങനെ ലോകത്തിൻ്റെതാകുന്ന എല്ലാ അഴുക്ക് ചാലുകളിലും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രികാലം പോലും സ്വസ്ഥമായി ഒന്ന് ഉറങ്ങുവാൻ കഴിയാതെ ഭാരത്തോടെ, നിരാശയോടെ, ആകുലമാകുന്ന ചിന്തകളോടെ, മരണഭീതിയോടെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അത്യാവശ്യം പാർട്ടി പ്രവർത്തനങ്ങളും അത്യാവശ്യം പ്രശ്നങ്ങളും ഒക്കെയായി ജീവിച്ചിരുന്ന ശിഹാബുദ്ദീൻ മറ്റുള്ളവരെ കൊല്ലുവാനും മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും വഴിപാടും പാർട്ടി പ്രവർത്തനവും അതുപോലെയുള്ള സമരമുറകളും ഒക്കെ ആയിട്ട് പുനലൂരിന്റെ ദേശത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. വീടിനകത്ത് പോലും സ്വസ്ഥത കൊടുക്കാതെ, അയൽവാസികളായിരിക്കുന്നവർക്ക് സ്വസ്ഥത കൊടുക്കാതെ അവന്റെ സമാധാനത്തെ കെടുത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന ശിഹാബുദ്ദീൻ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. ശ്രദ്ധിക്കണമേ, ഒരു രാത്രിയിൽ ഒന്ന് സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ വഴിപാടുകൾ എന്റെ കട്ടിലിന്റെ അടിയിൽ നിരത്തി വെച്ചിട്ട് കിടന്ന് ഉറങ്ങിയിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. കാരണം സ്വസ്ഥത ലഭിക്കുന്നില്ല, ഒരു മണിക്കൂർ പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല. മരണഭീതി എന്നെ വല്ലാതെ കാർന്നു പിടിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. ആ നിമിഷത്തിലൊക്കെ ജീവിതം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്ന ശിഹാബുദ്ദീൻ ഒരു മർത്തോമ വിശ്വാസിയായിരുന്ന ഒരു പ്രിയപ്പെട്ടവനോടൊപ്പം ആ പ്രിയപ്പെട്ടവന്റെ രോഗത്തിന് സൗഖ്യം ലഭിക്കുവാൻ ലോകത്തിലെ സകല വൈദ്യന്മാരാലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും രോഗത്തിന് സൗഖ്യം ലഭിക്കാതെ വന്നപ്പോൾ മർത്തോമ വിശ്വാസിയായിരുന്ന ഒരു പ്രിയപ്പെട്ടവൻ എന്നോടൊപ്പം ഒന്ന് കൂട്ടുവരാമോ, വേർപെട്ട ഒരു സഭയിൽ പോയി ആരാധന
തന്റെ വിശ്വാസപ്രകാരം എന്നോട് സംസാരിക്കുകയും ഇസ്ലാം മത വിശ്വാസിയായിരുന്ന ശിഹാബുദ്ദീൻ ആ പ്രിയപ്പെട്ടവനോടുള്ള സ്നേഹബന്ധത്തിന് അകൽച്ച വരാതിരിക്കേണ്ടതിന് ആ പ്രിയപ്പെട്ടവനോടൊപ്പം പെന്തക്കോസ്ത് ആരാധനയിൽ കടന്നുപോയി ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞതുമാണ് ഇന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സത്യ സുവിശേഷവുമായി ദൈവത്തിന്റെ മഹിമകന്റെ സാക്ഷിയായി ഈ ദേശത്ത് ദേശനിവാസികളുടെ മുമ്പിൽ യേശുവെന്ന രക്ഷിതാവിനെ സാക്ഷീകരിക്കാനും യേശുവെന്ന സുവിശേഷത്തെ ഈ ദേശത്തോട് വിളിച്ചറിയിക്കുവാനും കാരണമായി തീർന്നത് പ്രിയമുള്ളവരെ, വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട യേശുവെന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് വ്യക്തമായിട്ട് വിശുദ്ധ തിരുവെഴുത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കണമേ. വ്യക്തമായി വിശുദ്ധ തിരുവെഴുത്ത് പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരിലൂടെ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല, യേശു ക്രിസ്തു എന്ന ഒരു നാമമല്ലാതെ. യേശു എന്ന നാമത്തിൽ തന്നെ ഒരു രക്ഷ ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. യേശു എന്ന നാമത്തിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. യേശു രക്ഷകനാണ്. ആരുടെയാണ്? പാപിയായിരിക്കുന്ന മനുഷ്യന്റെ രക്ഷകനാണ് യേശു എന്ന ലോക രക്ഷിതാവ്. ജീവിതത്തിന്റെ അഴുക്കുചാലുകളിൽ ജീവിച്ചിരുന്ന ശിഹാബുദ്ദീനെ തേടി യേശു ക്രിസ്തുവിന്റെ സ്നേഹം വന്നപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനായിട്ടല്ല, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനായി, മറ്റുള്ളവരെ കരുതുന്നവനാക്കി ഈ സുവിശേഷം എന്നെ മാറ്റുവാനിടയായി തീർന്നു. അർത്ഥാൽ രൂപാന്തരപ്പെടുത്തുവാനിടയായി തീർന്നു. എന്റെ പാപത്തിന് പരിഹാരം തേടി സക്കാത്തും നുയമ്പും നമസ്കാരങ്ങളും ഒക്കെ നടത്തി മക്കയിൽ പോയി ഉംറ ചെയ്തു. എന്നാൽ എന്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ ഞാൻ നിരാശനായിരുന്നപ്പോൾ ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ സൗദി അറേബ്യയിൽ തായിഫിൽ ഒരു ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഒലിച്ചാൻ കയറുന്നതിൽ എന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചപ്പോൾ അതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു ദൈവമോ, അതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്ന മതപ്രസ്ഥാനങ്ങൾക്കോ ഒരു തത്വസംഹിതകൾക്കോ ഒരു ജ്ഞാനികൾക്കോ എന്നെ രക്ഷിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ ഞാനായിരുന്ന പ്രശ്നത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നവൻ ലോക രക്ഷിതാവായ യേശു ക്രിസ്തുവായിരുന്നുവെന്ന് വ്യക്തമായി ദേശനിവാസികളെ ഞങ്ങൾ വിളിച്ചറിയിക്കുകയാണ്. അതുകൊണ്ടാണ് ശിഹാബുദ്ദീനും ഉണ്ണികൃഷ്ണനും അല്ലവീനും ഷമീർ കൊല്ലവും ഒക്കെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സത്യ സുവിശേഷവുമായി ദേശങ്ങൾ തോറും ഇങ്ങനെ സഞ്ചരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തൊഴിലില്ലാത്തത് കൊണ്ടല്ല. പലരുടെയും ചിന്തകൾ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം: ഇവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ലേ, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെ പലപ്പോഴും പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. സുഹൃത്തെ, ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ഞങ്ങളോടൊപ്പം ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ജോലിയില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ കടന്നു വന്ന് മാറ്റമില്ലാത്ത ഈ സത്യസുവിശേഷം ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവരുടെ മധ്യേ വിളിച്ചു പറയുന്നത്. ഞങ്ങളെ ദൈവത്തിന്റെ വിശ്വസ്തരായി ഈ ദൈവത്തിന്റെ വേല ഫലമേൽപ്പിച്ചത് കൊണ്ടാണ്, അല്ലാതെ ജോലിയില്ലാത്തത് കൊണ്ടല്ല കേട്ടോ. ശിഹാബുദ്ദീനെ ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിച്ചത് ശിഹാബുദ്ദീൻ അന്തസ്സുള്ള ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അത് ദൈവ ശബ്ദം കേട്ടിട്ടാ. എന്റെ വേലയ്ക്ക് വേണ്ടി നീ പൂർണ്ണമായും വേർതിരിയണമെന്ന് ദൈവം എന്നോട് കൽപ്പിച്ചപ്പോൾ ആ ദൈവ ശബ്ദത്തിന് മുമ്പിൽ എന്നെ സറണ്ടർ ചെയ്തത് കൊണ്ടാ ഈ പകൽക്കാലവും ഈ ദേശത്ത് ശിഹാബുദ്ദീൻ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സത്യ സുവിശേഷമായി കടന്നു വരുവാനിടയായി തീർന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുവനിലും രക്ഷയില്ല. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ പ്രജാപതിയായിരിക്കുന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തുവിനല്ലാതെ ലോകമാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിൽ ഒരു ചരിത്ര പുരുഷനും കഴിയത്തില്ല.
നമ്മൾ ശ്രദ്ധിക്കണമേ. എത്രയോ ചരിത്ര പുരുഷന്മാർ ഈ ലോകത്തിൽ അവതരിച്ചിട്ടുണ്ട്. ഒരുപാട് ചരിത്ര പുരുഷന്മാർ ഈ ലോകത്തിൽ അവതരിച്ച് അവരിൽ നിക്ഷിപ്തമായ കാര്യങ്ങളൊക്കെ ലോകത്തിന് പകർന്നു കൊടുത്തിട്ട് അവരുടെ ശരീരം വിട്ട് പ്രാണൻ വിട്ട് അവർ മരണമെന്ന സമസ്യയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്ന ലോകരക്ഷിതാവായ സകലത്തിന്റെയും സൃഷ്ടിതാവായ ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെയും ഉളവാക്കിയ തന്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചെടുത്ത് തന്റെ ജീവശ്വാസം മനുഷ്യന്റെ മൂക്കിലേക്ക് ഊതി മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റിയ ശ്രീ യേശുക്രിസ്തു എന്ന രക്ഷിതാവിലല്ലാതെ ലോക മാനവരാശിക്ക് ഒരു രക്ഷയുമില്ല എന്ന് ഞങ്ങളെ സന്നിഗ്ധമായ ദേശനിവാസികളെ നിങ്ങളോട് വിളിച്ചറിയിക്കുകയാണ്. ചരിത്ര പുരുഷന്മാർ പലരും മണ്ണിനടിയിൽ കാലയവനികയ്ക്കുള്ളിൽ ഇന്ന് വിശ്രമിക്കുമ്പോൾ അങ്ങ് പാലസ്തീന്റെ പച്ചമണ്ണിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അത് നസ്രയത്തുകാരനായ യേശുക്രിസ്തുവിന്റെ കല്ലറയാ. ആ കല്ലറയുടെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എത്രയോ ചരിത്ര പുരുഷന്മാർ മരണപ്പെട്ടു, അടക്കപ്പെട്ടു. ആരുടെയെങ്കിലും ഒരു കല്ലറയുടെ മുമ്പിൽ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു കല്ലറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ആമേൻ. ഞങ്ങൾ വിളിച്ചു പറയുന്നു, അങ്ങനെ ഒരേ ഒരുവന്റെ കല്ലറ മാത്രമേ ഉള്ളൂ. അത് മരണത്തെയും പാതാളത്തെയും ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കന്യകയായ മറിയയുടെ ഉദരത്തിൽ ഉൽപാദിതമായ ലോക മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ലോക രക്ഷിതാവായ യേശുക്രിസ്തു എന്ന ഏക രക്ഷിതാവിന്റെ കല്ലറയാണെന്ന് ഞങ്ങൾ നിങ്ങളോട് വ്യക്തമായി പ്രസ്താവിക്കുകയാണ്. ആ ക്രിസ്തുവിൽ മാത്രമേ മാനവരാശിക്ക് രക്ഷയുള്ളൂ. ഇവിടെ നമുക്ക് പാരമ്പര്യങ്ങൾ പറയാം, ഇവിടെ നമുക്ക് കാഴ്ചകളും നേർച്ചകളും ഒക്കെ കഴിക്കാം, യാഗങ്ങൾ, ഹോമങ്ങൾ, ബലികളൊക്കെ നമുക്ക് ഇവിടെ നടത്തുവാൻ കഴിയും പ്രിയമുള്ളവരെ. എന്നാൽ ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ ഇതൊന്നും പര്യാപ്തമായ കാര്യമല്ല. ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാകുവാൻ പാപം ഇല്ലാത്ത, പാപം ലവലേശം തൊട്ടതില്ലാത്ത യേശു എന്ന ദൈവത്തിന്റെ കുഞ്ഞാടി ഭൂമിയിൽ അവതരിക്കണമായിരുന്നു. അതിനുവേണ്ടി ആ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ദൈവം അവൻ പൂജാതനാക്കുവാൻ ഇടയായി തീർന്നത്. ആ യേശു ഭൂമിയിൽ ജനിച്ചത് ഒരു മറിയയുടെ ഉദരത്തോളം താഴ്ന്ന് ഈ താണഭൂമിയിലേക്ക് ഇത്രത്തോളം ചെറുതായി ഇറങ്ങി വന്നത് എന്നെയും നിന്റെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായി. ഞാനും നീയും ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായിരുന്നു യേശു എന്ന രക്ഷിതാവ് കാൽവരിയുടെ കൊലക്കലത്തിൽ പരമയാഗമായി മാറിയത്. നിന്റെ പാപത്തിന്റെ ശമ്പളം എന്താണെന്ന് നിനക്ക് കാണണമെങ്കിൽ പ്രിയ ദേശസ്നേഹികളെ, ആ ക്രൂശിലേക്ക് നീ ഒന്ന് നോക്കിയാൽ മതി. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയുടെ ക്രൂശിനെ 3 കാലിലും വാണിയാൽ തൂങ്ങിക്കിടന്ന് ഒരു മാംസപിണ്ഡമായി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമാക്കപ്പെട്ട ഒരു 33 തിരുവയസ്സുള്ള ഒരു യുവ കോമളനായ യേശു എന്ന രക്ഷിതാവ് തൂങ്ങിക്കിടക്കുകയാ. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി തരുവാൻ, നിന്റെ കരങ്ങൾ കൊണ്ട് ചെയ്ത പാപത്തിന് പരിഹാരമായി യേശു എന്ന രക്ഷിതാവിന്റെ കരക്കാലിലും വാണിയാൽ പച്ച പൈമല കുരിശിലേക്ക് തറക്കപ്പെട്ടു. നീ നടന്നുപോയ പാപത്തിന് പരിഹാരമായി യേശു എന്ന രക്ഷിതാവിന്റെ പാദം ഒരു കാലിലും വാണി കൊണ്ട് പച്ച പൈമല കുരിശിൽ അടിച്ച് തറയ്ക്കപ്പെട്ടു. നീ ചിന്തിച്ചു കൂട്ടിയ പാപത്തിന് പരിഹാരമായി യേശു എന്ന രക്ഷിതാവിന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കപ്പെട്ടു. നിന്റെ പാപത്തിന് പരിഹാരമായി യേശു എന്ന രക്ഷിതാവ് അവന്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ വിലാപ്പുറത്ത് നിന്നൊഴുകിയ രക്തവും വെള്ളവും അത് നിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. എന്നെ കേൾക്കുന്ന പാരമ്പര്യ ക്രിസ്ത്യാനിയെ, ഇന്ന് ദേശത്തോട് ഞാൻ വിളിച്ചു പറയുന്നത്, യേശു എന്ന രക്ഷിതാവിനെ കൈക്കൊള്ളുക. യേശു എന്ന രക്ഷിതാവിനെ ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി വിശ്വസിക്കുകയും അധരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ല എങ്കിൽ നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കുമെന്ന് ഓർത്തുകൊള്ളുക. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തവും അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം മാറിയാലും ഭൂമി
വള്ളയ്ക്കും പൊള്ളയ്ക്കും മാറ്റമില്ല എന്നുള്ള കാര്യം ദേശനിവാസികളെ ശിഹാബുദ്ദീനും ഉണ്ണികൃഷ്ണനും സേവനും അല്ലവീനും അവരെ ഇന്ന് പകൽക്കാലം അവൻ ബിജു തരകനും മനീഷും അങ്ങനെ സന്തോഷം സകലരും ചേർന്ന് ദേശനിവാസികളോട് വിളിച്ചറിയിക്കുക. ഇനി ഒരു അവസരം നിനക്കില്ല. വചനം പറയുന്നു, ഇതാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഏറ്റെടുക്കുക. ആ കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ വേഗത്തിൽ വരാൻ പോകുന്നു. വചനം പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞ ലോകരക്ഷിതാവായ യേശുക്രിസ്തു ഇതാ വേഗം വരാൻ പോകുന്നു. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി നീ യേശുവിന്റെ രക്ഷിതാവിനെ സ്വീകരിച്ചുകൊണ്ട് നിത്യതയ്ക്ക് അവകാശിയായി മാറുവാൻ ദേശനിവാസികളോട് ശിഹാബുദ്ദീൻ പകൽക്കാലം ആഹ്വാനം ചെയ്യുക. അവിടെ പാരമ്പര്യം നമ്മെ രക്ഷിക്കത്തില്ല. ഈ ലോകത്ത് നമ്മെ തട്ടിപ്പറിച്ചതും വെട്ടിപ്പിടിച്ചതും മോട്ടിച്ചെടുത്തതും ഉണ്ടാക്കിയെടുത്തതും ഒന്നും നമ്മെ രക്ഷിക്കത്തില്ല. നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു ലോകരക്ഷിതാവായ യേശുക്രിസ്തു മാത്രം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുക. നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി ഒരുവൻ അറക്കപ്പെട്ടു. അവന്റെ രക്തത്താൽ സകല ഗോത്രങ്ങളെയും സകല വർഗങ്ങളെയും വർണ്ണങ്ങളെയും വിലക്കി വാങ്ങിയിരിക്കുകയാൽ നിന്റെ പാപത്തിന് പരിഹാരം കാൽവരി ക്രൂശിൽ വന്നു കഴിഞ്ഞോ. ഇനി ഒരു യാഗവും നിനക്ക് ബാക്കിയില്ല. ഇനി ഒരു യാഗവും നടത്തേണ്ട. പാപത്തിന് വേണ്ടി ഒരു യാഗവും വേണ്ട, ഒരു ഹോമവും വേണ്ട, ഒരു ബലിയും വേണ്ട, അർപ്പണം വേണ്ട, ദർപ്പണം വേണ്ട. നിന്റെ പാപത്തിന് പരിഹാരമായി യേശുവെന്ന 33 തിരുവയസ്സുള്ള ആ രക്ഷിതാവ് കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായി മാറിയിട്ട് തന്റെ സ്വന്തം തോളിൽ ചലചായ്ച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സകലതും നിവർത്തിയായി. സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ ആ രക്ഷിതാവ് ലോകമാനവരാശിയുടെ പാപം വരുത്തുവാൻ വേണ്ടിയാ മരണപ്പെട്ടത്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാ മരണപ്പെട്ടത്. അതുകൊണ്ട് ഇനി മനുഷ്യന്റെ പാപത്തിന് ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. യേശുവിന്റെ രക്ഷിതാവായി ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവകൽപ്പനയായ സ്നാനമേറ്റുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് വേർപാടും വിശുദ്ധിയും പാലിച്ചു നീ ജീവിച്ചാൽ യേശുവിന്റെ രക്ഷിതാവിന്റെ രണ്ടാം വരവിൽ ദൈവസഭയോടൊപ്പം എടുക്കപ്പെടുവാൻ അവ ഇടയായി തീരും. ഇല്ല എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, മാതാവ്, പിതാവേ, നിങ്ങൾ കർത്താവിൽ നിന്ന് കൈവിടപ്പെട്ടു പോകുമെന്ന് വ്യക്തമായി ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഇനി ഒരു യാഗവും നമ്മുടെ പാപത്തെ പരിഹാരത്തിന് വേണ്ടി ശേഷിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, യേശു നമുക്ക് വേണ്ടി മരിച്ചു. ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല, മുസൽമാന് വേണ്ടി, ഹിന്ദുവിന് വേണ്ടി, സിഖുകാരനും പാർസിക്കും ബുദ്ധമതസ്ഥനും ജൈന മതസ്ഥനും യഹൂദനും യവനനും അങ്ങനെ സകല മാനവ രാശിക്ക് വേണ്ടി യേശുവിന്റെ രക്ഷിതാവ് കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായി മാറിക്കഴിഞ്ഞു. ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഈ യേശുവിനെ ഇന്ന് പകൽക്കാലം രക്ഷിതാവും ദൈവമായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു ദൈവവൈതനായി വേർപാട് വിശുദ്ധിയും പാലിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവകൽപ്പനയെ അനുസരിച്ചുകൊണ്ട് അവയെ നിങ്ങളുടെ നിത്യത അവകാശമാക്കുവാൻ ഈ പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുക. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 3:20 പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും അവയെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതി ചേർക്കാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ഒരു നിമിഷം ചിന്തിക്കുക. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് ആധാർ കാർഡ് വേണം, വോട്ടേഴ്സ് ID വേണം, ലൈസൻസ് വേണം, പാസ്പോർട്ട് വേണം, ഇങ്ങനെ പലവിധമാകുന്ന ഗവൺമെന്റിന്റെ എല്ലാ റൂൾസും നാം അനുസരിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഗവൺമെന്റിന്റെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ തിരുവെഴുത്ത് പറയുന്നത് പോലെ 70 ഏറെയായ 80 വയസ്സ് കഴിയുമ്പോൾ പക്ഷേ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ എന്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കുക, നിത്യതയുടെ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതി ചേർക്കത്തില്ല എങ്കിൽ നീ നിത്യദണ്ഡനത്തിന് ഇരയായി മാറുമെന്ന് ഇന്ന് പകൽക്കാലം വ്യക്തമായി കേട്ടുകൊള്ളുക. ലോക മനുഷ്യന്റെ നിയമങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അവയെ സർവത്തെയും സൃഷ്ടിച്ച സകലത്തെയും വിളിച്ചു വരുത്തിയ ലോക രക്ഷിതാവായ യേശുവെന്ന രക്ഷിതാവിന്റെ പ്രമാണം അനുസരിക്കാത്ത മനുഷ്യ നിനക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. നീ പാപത്തിന്റെ ശമ്പളമായ മരണം
നിത്യ നരകത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത്, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് അസന്നിഗ്ധമായി ഞങ്ങൾ അടിവരയിട്ട് വിളിച്ചു പറയുന്നു. ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ നിത്യജീവന്റെ രക്ഷ പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിപ്പാൻ ഇടയായിരിക്കും. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് അവയെ ദൈവത്തിന്റെ പാതാരവിന്ദങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് ഇപ്രകാരം പറയാമോ: യേശുവേ, ഞാൻ ഒരു പാപിയാണ്. എന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് അവിടെ നിന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി മാറിയതെന്ന് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി വിശ്വസിക്കുകയും അധരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ് അങ്ങേ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് രക്ഷിതാവും ദൈവമായി എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു, എന്നെ ഒരു ദൈവവൈതലാക്കി മാറ്റണമേ എന്ന് ആരെങ്കിലും ഒന്ന് പകൽക്കാലം ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ മാറ്റമില്ലാത്ത നിത്യരക്ഷ കൊണ്ട് നിത്യ സമാധാനം കൊണ്ട് ആമേൻ നിന്നെ നിറയ്ക്കുവാൻ ഇടയായി തീരും. പ്രിയ സ്നേഹിത, പ്രിയ മാതാവേ, പിതാവേ, ഇനിയൊരു അവസരം ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരില്ല. ഇനിയൊരു അവസരം കൂടി നിങ്ങൾ സുവിശേഷം കേട്ടു എന്ന് വരില്ല. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. വചനം നിങ്ങളെ വിടുവിപ്പാൻ ഇടയായി തീരും. ആ കർത്താവ് വേഗം വരാൻ പോവുകയാണ്. നാം ചെയ്തതിന്റെ പ്രതിഫലം തരുവാൻ അവൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായി തിരുവെഴുത്ത് പ്രസ്താവിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഞങ്ങൾ പറയട്ടെ, നമ്മെ ന്യായം വിധിക്കാൻ കഴിയുന്ന ഏക രക്ഷിതാവ് എന്ന് പറയുന്നത് ലോകരക്ഷിതാവായിരിക്കുന്ന സത്യനിത്യ ദൈവമായിരിക്കുന്ന ശ്രീ യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പാപത്തിന്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കൂടെ പ്രിയപ്പെട്ട ദൈവഭക്തന്മാർ ദേശനിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആർക്കെങ്കിലും ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ അരികിലേക്ക് അടുത്തു വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏത് പ്രശ്നത്തിനും മറുപടി തരാൻ കഴിയുന്ന, ഏത് പ്രശ്നത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ലോകരക്ഷിതാവായ യേശു ക്രിസ്തു എന്ന ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ഇടയായി തീരും. ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിന്റെ ദാസൻ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ദേശനിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹലോ, താങ്ക് യു ഷിഹാബുദ്ദീൻ പാസ്റ്റർ. വളരെ ശക്തവും വ്യക്തവുമായി ആത്മനിറവിൽ ഈ ആത്മാവ് ജംഗ്ഷനോടുള്ള ദൈവിക ദൂതാണ് സംസാരിച്ചത്. ഇത് കേട്ടില്ല എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം സംഭവിക്കും. ഈറ്റുനോവിന്റെ ആരംഭങ്ങൾ, ലക്ഷണങ്ങൾ ഈ ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. കാരണം എബ്രായ ലേഖനം വ്യക്തമായി പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥൻ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആകാശത്തിലൂടെ നമുക്ക് മുമ്പേ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഏക മധ്യസ്ഥനായ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ യേശു ക്രിസ്തുവിന്റെ പാതാരബന്ധങ്ങളിലേക്ക് അടുത്തു വന്ന്, യേശുവേ, ഞാനൊരു പാപിയാണ്, ഇന്നുവരെ ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല, വ്യർത്ഥമായ പരമ്പരകളിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്, ഞാൻ മദ്യപിക്കുന്ന ആളാണ്, യേശുവേ എന്നെ ഒരു ദൈവവൈതലാക്കി തീർക്കണമേ, കാൽവരി ചൊരിഞ്ഞ തിരുരക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കും. അതിനുശേഷം ഈ ആത്മാവ് മുക്ക്, ആലും മാവും ചേർന്ന മുക്കാണ് ആത്മാവ് മുക്കെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. എന്നാൽ ഒരു കാര്യം ആത്മനിറവിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ആലും മാവും ചേർന്ന ആ മുക്കിനപ്പുറം ആയിരക്കണക്കിന് ആത്മാക്കളെ നേടിയെടുക്കുന്ന ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗ്ഗീയ പിതാവേ, പ്രിയ ശിഹാബുദ്ദീൻ പാസ്റ്ററിലൂടെ ശക്തവും വ്യക്തവുമായി തന്റെ ജീവിതാനുഭവങ്ങളും യേശു ക്രിസ്തുവിലൂടെ മാത്രമുള്ള നിത്യരക്ഷയും പ്രഘോഷിക്കുവാൻ അവിടുന്ന് കൃപ കൊടുത്തല്ലോ. കർത്താവേ, ജനഹൃദയത്തെ തുറക്കണമേ അപ്പ. ഒഴിവക്കത്തിരുന്ന രക്താംബരം വിറ്റ
ലുഹി എന്ന സ്ത്രീയുടെ ഹൃദയത്തെ ദൈവവചനം കേൾക്കേണ്ടതിനും അത് ഗ്രഹിക്കേണ്ടതിനും സ്വർഗത്തിലെ വലിയവനായ ദൈവം തുറന്നതുപോലെ പല ഹൃദയങ്ങളും ഇന്ന് തുറന്നു വരട്ടെ. അനേകരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്ത് ദൈവമക്കളായി തീരുവാൻ എന്റെ കർത്താവേ സഹായിക്കണമേ അപ്പ. ആരും ശിക്ഷാവിധിയിൽ അകപ്പെട്ട് നിത്യനരകത്തിൽ പോകാൻ ഇടവരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഓരോ കുടുംബങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വമെല്ലാം കർത്താവ് എടുക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നടത്തപ്പെട്ട ഈ സുവിശേഷ മഹായോഗം രാവിലെ മുതൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സുവിശേഷമായാണ് ഈ ആത്മാവോക്കിന്റെ പ്രദേശത്ത് ഞങ്ങളായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മുമ്പ് പ്രസംഗിച്ച ശിഹാബ്ദീൻ പാസ്റ്ററിനെ ദൈവം ഹല്ലേലൂയ സ്തോത്രം ഹാലിലെ കർത്താവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുകയും ആ സുവിശേഷം കേൾക്കുകയും ആ സുവിശേഷത്തെ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഒരു ശിഹാബ്ദീൻ പാസ്റ്ററെ സുവിശേഷത്തിൽ കൂടി മാനസാന്തരത്തിലേക്ക് നയിച്ച് ക്രിസ്തുവിലേക്ക് വിളിക്കപ്പെട്ട ഈ ദൈവദാസൻ സമൂഹത്തിന്റെ മുന്നിൽ അനേക വേദികളിൽ അനേക ഭവനങ്ങളിൽ പോയി കർത്താവിന്റെ നാമം വിളിച്ച് അവരോട് പറയുകയും അനേകര് രക്ഷയുടെ മാർഗത്തിൽ കടന്നു വരികയും മദ്യത്തിനും ലഹരിക്കും MDMA പോലെയുള്ള പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട അനേകരെ ക്രിസ്തുവിലേക്ക് ഞങ്ങൾക്ക് നയിക്കുവാൻ ഇടയായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ പ്രദേശത്ത് വന്ന് കർത്താവിന്റെ നാമം ഞങ്ങൾ ഉയർത്തുന്നത്. അതുകൊണ്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് അരുളി ചെയ്തിട്ട് ഇങ്ങനെ കർത്താവ് യേശു ക്രിസ്തു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പ്രിയ സുഹൃത്തെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്ന മിത്രങ്ങളെ, നിങ്ങളും കർത്താവ് യേശു ക്രിസ്തുവിനെ എന്റെ നാമം സുശേഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയ നല്ലവരായ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രയർ സെന്ററിന്റെ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സുവിശേഷ യോഗത്തെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ ദാനം നൽകുന്നു. രാജാതി രാജാവായി കർത്താവായ യേശുക്രിസ്തു വേഗം വരുന്നു. ആത്മാവ് ജംഗ്ഷനെ യേശുക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഈ ദേശനിവാസികളോടും പ്രത്യേകിച്ച് ഈ ഭവനാങ്കണം ഞങ്ങൾക്ക് പെർമിഷൻ തന്ന പ്രിയ അച്ഛനുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.